അയോഗ്യരായ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇന്ന് 2025 ഡിസംബർ 27 ശനിയാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ 2602 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടും വാശിയോടുമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പുകൾ നടന്നത്. എന്നിട്ടും ഗ്രാമസഭകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഭരിക്കാൻ ഇവിടെ ആരുമില്ലേ? കഷ്ടിമുഷ്ടി ജയിച്ചവരും സ്വതന്ത്രൻ്റെയും വിമതൻ്റെയും കാലിൽ വീണ് ഭരണം നിലനിർത്തേണ്ടവർ എല്ലാമുള്ള ഈ കേരളത്തിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ചില സ്ഥലത്ത് നേതൃസ്ഥാനത്തിന് വേണ്ടി ശക്തമായ വടംവലികൾ തുടരുന്നു. ഗ്രാമസഭകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ളവരെ കണ്ടെത്താൻ പാർട്ടിക്കാർ കാണിക്കുന്ന ഈ നാണം കെട്ട പരിപാടികൾ കാണുമ്പോൾ അധികം താമസിയാതെ പോളിംഗ് ബൂത്തിലേക്ക് ആരും വരാൻ ഇഷ്ടപ്പെടാത്ത കാലം വരും എന്നാണ് എൻ്റെ തോന്നൽ. അത്രമാത്രം വെറുപ്പിക്കലാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. നേതൃസ്ഥാനത്തിരിക്കുവാൻ ആരാണ് യോഗ്യൻ എന്ന് ബൈബിൾ വ്യക്തമാക്കുന്ന ഒരു വേദഭാഗമാണ് തിമോഥെയോസിന്. എന്നാൽ യുവാവിന് പൗലോസ് എഴുതിയ 1 ലേഖനം 3:1 മുതലുള്ളത്. ബൈബിളിൽ പറയുന്നത് ആത്മീകമായ കാര്യമാണ്. ക്രിസ്തീയ സഭയുടെ നേതൃസ്ഥാനത്തിരിക്കാനുള്ളവരുടെ യോഗ്യതയാണ്. എങ്കിലും ലോകപ്രകാരം ഭരിക്കാൻ കൊതിക്കുന്നവർക്കും ഈ ഉപദേശം നല്ലത് തന്നെ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു എന്നാണ് ആദ്യവാക്യം. ഇവിടെ ഒരാൾ ഞാൻ നേതാവായിക്കോളാം എന്ന് പറഞ്ഞാൽ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറുള്ളവനും താല്പര്യമുള്ളവനും യോഗ്യനുമായിരിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. 3:2 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും എന്ന ന്യായമായ ചോദ്യത്തോടു കൂടെയുള്ള യോഗ്യതകളാണ് പറയുന്നത്. ഇന്ന് പലർക്കും നേതാവാകണം, പക്ഷേ അതിനുള്ള യോഗ്യതയില്ല. ഇന്നും മക്കൾ ദുർനടപ്പിലാണ്, കുടുംബം ദുർനടപ്പിലാണ്, താനും ദുർനടപ്പിലാണ്. എന്നിട്ടും നേതാവാണ്, സമുദായത്തിൻ്റെ മൂപ്പനാണ്. ഇതാണ് ഇന്നത്തെ ദോഷം. ആത്മീകമായി പറഞ്ഞാൽ ആത്മീക സഭകളായാലും ഭൗതികമായി പറഞ്ഞാൽ ഭൗതിക സഭകളായ ഗ്രാമപഞ്ചായത്ത് മുതൽ MP സ്ഥാനം വരെയായാലും അവിടുത്തെ ജനത്തെ നിങ്ങൾ എങ്ങനെ അവരെ പരിപാലിക്കും എന്നാണ് ചോദ്യം. ഈ ചോദ്യം ശരിയല്ലേ? 3:6 വായിക്കുമ്പോൾ, നിഗളിച്ച് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിക്ഷനുമരുത് എന്നൊരു പദമുണ്ട്. കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു. പുള്ളിക്കാരിയുടെ ധാർഷ്ട്യമാണ് അവിടുത്തെ പരാജയത്തിന് കാരണമെന്ന് സ്വന്തം പാർട്ടിയിലെ പലരും പറയുന്നതും കേട്ടു. അതുകൊണ്ട് പുതിയ ശിക്ഷൻ അരുത് എന്ന ബൈബിൾ വാക്യം ഇവിടെയും ഒത്തുവരുന്നു. ഇന്നത്തെ ആത്മീക സഭകളുടെ പോലും കുറവ് വചനം അറിയാത്തവരും വചനത്തെ അനുസരിക്കാത്തവരും സഭാ നേതൃത്വത്തിൽ കുത്തിയിരിക്കുന്നു എന്നതാണ്. ഇവരുടെ വിവരക്കേടിനെ ആർക്കും തിരുത്താൻ കഴിയുന്നില്ല. ഇവർക്കതിനെ മനസ്സുമില്ല. ബൈബിൾ പറയുന്ന ക്രമപ്രകാരം ശിക്ഷണ നടപടി സ്വീകരിക്കാൻ ബന്ധവും സ്വന്തവും മാനുഷ്യ മൂല്യങ്ങളും പരിഗണിക്കുമ്പോൾ നശിച്ചു പോകുന്നത് സഭകളാണ്, വിശ്വാസികളാണ്. തുടർന്ന് 3:7 നിന്നെങ്കിലും പിശാചിൻ്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം എന്നാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. പുറമേയുള്ളവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയില്ലേ? കല്യാണം കഴിക്കാത്തവൻ കല്യാണം കഴിച്ച പെണ്ണിൻ്റെ കൂടെ വൃത്തികേട് ചെയ്യുന്നത് അറിഞ്ഞിട്ടും നാട്ടുകാർ ചോദ്യം ചെയ്തിട്ടും വീട്ടിലുള്ളവരും വേണ്ടപ്പെട്ടവരും മൂടി വയ്ക്കുന്നു എങ്കിൽ നീ എങ്ങനെ മാന്യനാകും? 3:8 അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്ദരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ എന്നും വായിക്കുമ്പോൾ, ഇനി നിങ്ങൾ പറ, ആരാലും നിന്ദിക്കപ്പെടാത്ത ആളുകൾ തന്നെ വേണം നേതൃസ്ഥാനത്തിരിക്കാൻ. ഇനി നമുക്ക് നമ്മുടെ സഭകളിലേക്കും സമൂഹത്തിലേക്കും സമുദായത്തിലേക്കും നിയമസഭ മുതൽ ലോകസഭയിലും രാജ്യസഭയിലും ഉള്ളവരിലേക്കും ഒന്ന് കണ്ണോടിച്ചാൽ മതി നമ്മുടെ ദുര്യവസ്ഥ മനസ്സിലാക്കാൻ. പലപ്പോഴും നിന്ദിക്കപ്പെടുന്ന പെരുമാറ്റ ദൂഷ്യമുള്ളവരല്ലേ ഇന്ന് നമ്മുടെ ഭരണാധികാരികളിൽ പലരും എന്നതാണ് നമ്മുടെ പരാജയം. അതുകൊണ്ട് ന്യായമായ ഉപദേശങ്ങൾ തരുന്ന ബൈബിളിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞ് തോന്നിവാസം ജീവിക്കരുത്. ആരും നിങ്ങളുടെ മേൽ വിരൽ ചൂണ്ടാതിരിക്കാൻ
നിങ്ങൾ സ്വയം യോഗ്യരല്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഒഴിഞ്ഞിരിക്കുക എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.